ഹായ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോയൊരു വീഡിയോ ആണ്, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അത് എവിടെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് കണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നമ്മുടെ ഒരു ഷോപ്പിലോട്ട് കയറിയാണ്. അത് ഉദ്ദേശിച്ച് പോയതൊന്നുമല്ല, നമ്മളങ്ങനെ പോയപ്പോഴേ ഒരു ഷോപ്പ് കണ്ട്. അപ്പോൾ കുറച്ച് ഷോളൊക്കെ വാങ്ങിക്കണമായിരുന്നു, കുറച്ച് ടോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മോൾക്ക് കുറച്ച് ടോപ്പൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു കട കണ്ടു, കാരണം ഇത് ആറ്റിങ്ങൽ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിൽ കയറി ഒക്കെ നോക്കി, ഒരുപാട് ഷോളുകൾ, ഒരുപാട് വെറൈറ്റി ഷോളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഷോളുകൾ, ടോപ്പ്, കുർത്താസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഒരുപാട് അവിടെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഞങ്ങളവിടെ കണ്ടു കേട്ടോ. അപ്പം നല്ല രസമായിരുന്നു, കാരണം ഷോളുകൾ നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ അങ്ങനെയുള്ള ഷോളുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ കണ്ട്, അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഷോളൊക്കെ വാങ്ങിച്ചു. ഇപ്പോഴത്തെ ഒരു റെയിൻബോ ഷോളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ വാങ്ങിച്ചു. ശരിക്കും ആ ഷോൾ നമ്മളൊരു പ്ലെയിൻ ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയൊരു ഷോളാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള പല കളറിലുണ്ടായിരുന്നു. പിന്നെ അവിടെ വേറെ ഷോപ്പിലൂടെ നമ്മൾ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനും വീട്ടാവശ്യത്തിനൊക്കെ നമ്മളിങ്ങനെ വെക്കണം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമായിട്ട് തോന്നി, വെങ്കലത്തിലുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ. അതിൻ്റെ ഇങ്ങനെ പാത്രങ്ങളും ഒക്കെ നല്ല രസം, ഉരുളി, ചെറിയ കുഞ്ഞു കുഞ്ഞു ഉരുളികൾ, വിളക്കുകൾ ഒക്കെ കണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു, കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പക്ഷേ അതൊന്നും ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, വെറുതെ ഞാനൊന്ന് വീഡിയോ എടുത്താണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കണ്ടു കേട്ടോ, സ്റ്റീൽ പാത്രങ്ങൾ, ഭയങ്കര രസമായിരുന്നു. പാത്രങ്ങൾ, കലങ്ങൾ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ തന്നെ ചായ ഇടുന്നതിനുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്, പല അളവിൽ നമുക്ക് 2-3 ചായയൊക്കെ ഇടുന്ന കുഞ്ഞു പാത്രങ്ങൾ. പിന്നെ നമ്മളിങ്ങനെ താളിക്കാനൊക്കെ ആയിട്ട് എടുക്കൂലേ, കടുക് വറുക്കാൻ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പാത്രങ്ങൾ നമ്മൾ ചായ ഇടുന്ന പാത്രം തന്നെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു, പല അളവിലുകളിലൊക്കെ ഉണ്ടായിരുന്നു. 5 ചായ അങ്ങനെയൊക്കെ ഇടാനുള്ള ഉണ്ടായിരുന്നു. പിന്നെ കലങ്ങൾ, സ്റ്റീൽ കലങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊന്നും നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, അങ്ങനെ പല കടകളിലും ഉണ്ടല്ലോ. അപ്പോൾ ചില വെറൈറ്റി ആയിട്ടൊക്കെ ഞാൻ അവിടെ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ ഉണ്ടായിരുന്നു, നല്ലൊരു കണ്ടെയ്നർ പോലത്തെ, അത് കൊള്ളാം കേട്ടോ, നല്ല രസമായിരുന്നു. അത് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു, അത് കൊള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു. ഇത് നമ്മുടെ രാമചന്ദ്രയാണ് കേട്ടോ. ഞാൻ രണ്ടാമത് കയറിയത് നമ്മുടെ രാമചന്ദ്രയിലെ സെക്ഷനിലാണ് കയറിയത്. ഞാൻ ആദ്യം പറയാൻ പറഞ്ഞു, സോറി. അപ്പം അവിടെ കണ്ടതാണ് ഇതെല്ലാം, പാത്രങ്ങളും എല്ലാം. അവിടെ കുറച്ച് വിലക്കുറവാണ്, നമ്മുടെ രാമചന്ദ്രയിൽ കുറച്ച് വിലക്കുറവാണ്. അവിടെ കണ്ട സോസ്, കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈ സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവ്. വേറെ മറ്റുള്ള കടകളിലൊക്കെ നമ്മുടെ രാമചന്ദ്രയിൽ കുറച്ച് സ്റ്റീൽ പാത്രങ്ങൾക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാണ്. അപ്പോൾ നമ്മൾ ഷോളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെയാണ് കേട്ടോ കയറിയത്. അപ്പോൾ പ്ലേറ്റുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുപ്പിക്കൊക്കെ 100 രൂപയൊക്കെ ഉള്ളൂ. പക്ഷെ വേറെ കടകളിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഇച്ചിരി കൂടെ വിലയാണ്. ഈ പാത്രത്തിൽ തന്നെ 99 രൂപ, 120 രൂപയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വിലകൾ തന്നെ. ഇത് നല്ല രസമാണ്. നമ്മൾ പൊട്ടിക്കാതൊക്കെയാണ് നോക്കിയത് കേട്ടോ, പൊട്ടിപ്പോയി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ട്. പിന്നെ ഗ്ലാസ്സുകൾ, ഇതിനൊക്കെ നല്ല വിലക്കുറവാണ്. നമ്മൾ ഈ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ വേറെ കടകളിലൊക്കെ നോക്കിയപ്പോൾ നല്ല വില കൂടുതലായിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ അത്രയും വിലയിൽ ഒരു 300-400 ആ റേഞ്ചിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളതൊക്കെ 900-1000-ത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു 400-250-300 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കണ്ടു, നമുക്ക് എന്തെങ്കിലുമൊക്കെ അടച്ച് വെക്കണം. പിന്നെ ഗ്ലാസ്സുകൾ, കണ്ടെയ്നറുകളൊക്കെ ഇല്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ ഇട്ട് വെക്കാൻ, അങ്ങനെയുള്ള പാത്രങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ്സുകൾ, പലതരത്തിലുള്ള ക്ലാസ്സുകൾ. ഇതൊക്കെ ശരിക്കും ഞാൻ നോക്കിയിടത്തോളം ഇവിടെയാണ് വിലക്കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇപ്പോൾ രാമചന്ദ്ര എല്ലാ അടുത്തുമൊക്കെ ഉണ്ടല്ലോ. ഇത് ഞങ്ങളുടെ ആറ്റിങ്ങലുള്ള രാമചന്ദ്രയാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസ്സുകളൊക്കെ കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്. ഒരു 5-6 250-300 അങ്ങനെയൊക്കെ റേഞ്ചുകളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, നമ്മൾ വേസ്റ്റ് പാത്രങ്ങൾ, പിന്നെ ബക്കറ്റ്, ഇതിനൊക്കെ നല്ല വിലക്കുറവായിരുന്നു. ഇപ്പോൾ ഓണം കൂടെ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു വില കുറച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഓണ സമയത്താണ് ഞാൻ അവിടെ പോയത് കേട്ടോ. ഇതിങ്ങനത്തെ നമ്മളെ ഓയിലൊക്കെ ഒഴിച്ച് വയ്ക്കാനുള്ള കുപ്പിയില്ലേ, അതുമൊക്കെ അതൊരു 200-150 റേഞ്ചിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. അപ്പോൾ നമ്മൾ ചിലതൊക്കെ കാണാതെയൊക്കെ നമ്മൾ പല കടകളിൽ പോയിട്ട് ഒരുപാട് വിലയൊക്കെ കൊടുക്കും. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല വിലക്കുറവാണുള്ളത് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ അവരുടെ ബ്രാഞ്ചുകളുണ്ടല്ലോ, പ്ലേറ്റുകൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാമാന്യ രീതിയിലൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ പറ്റും. ട്രേകൾ, നമ്മൾ ചായക്ക് കൊടുക്കുന്ന ട്രേ ഇല്ല, ആരെങ്കിലുമൊക്കെ വരും, നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. കുറച്ച് കുട്ടികൾക്കൊക്കെ തന്നെ നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട്, ഇതൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോൾ കഴിക്കുക, അങ്ങനെയൊക്കെ കുട്ടികൾക്കുള്ള പ്ലേറ്റൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കുള്ള ഫുഡ് കഴിക്കുന്നുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. ഇതൊന്നും ഞാൻ ചില കടകളിലൊന്നും കണ്ടിട്ടില്ല. ഇതൊക്കെ നല്ല കൊള്ളാം, സ്പൂണും. അപ്പോൾ ഇതിങ്ങനെ കുട്ടികൾ കാണുമ്പോൾ തന്നെ അവർ തന്നെ ഇങ്ങനെ കോരി കഴിക്കുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ, ഇതൊക്കെ ഓഫറിലാണ് അവർ കൊടുക്കുന്നത് കേട്ടോ. 3 പീസൊക്കെയാണ് അവർ
ഓഫറിൽ കൊടുക്കുന്നുണ്ട്. കൊള്ളാം. അതൊക്കെ പല കമ്പനികളുടേതും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതൊക്കെ നല്ല കപ്പച്ചട്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷേ നമുക്ക് എന്താണ് ആവശ്യം അതനുസരിച്ച് അവിടെ വാങ്ങിക്കാം. എല്ലാം അവിടെ തന്നെ കിട്ടുമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്കുള്ളൊരു ഉപകാരമാണ്. എന്തൊക്കെ സാധനങ്ങൾ അവിടെ നമുക്കെല്ലാം പല കടകളിൽ ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിവിടെ വന്നാൽ നമുക്ക് എല്ലാം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാം. ഈ ദോശക്കല്ലൊക്കെ കൊള്ളാം. നിങ്ങൾക്ക് ഇഷ്ടം ആണെങ്കിലും നമുക്കതൊക്കെ നമുക്ക് നോക്കി വാങ്ങിക്കാമല്ലോ. കണ്ടോ, ട്രേകളൊക്കെ നല്ല ട്രേകളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ എനിക്കിതിവിടെ അത്ഭുതമായിട്ട് തോന്നിയത് വിലക്കുറവാണ് കേട്ടോ. വേറെ മറ്റുള്ള കടകളിലെ അപേക്ഷിച്ച് ഒരുപാട് വിലക്കുറവ് ഞാനിവിടെ കണ്ടു. അപ്പോൾ നമ്മൾ ചില വലിയ കടകളിലൊക്കെ ഇതും വലുതാണ്, പക്ഷേ വേറെ കടകളിലൊക്കെ കയറി പോകുമ്പോഴേക്കും ഇതിനൊക്കെ വളരെ വളരെ വില കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആകുമ്പോൾ നമുക്ക് ഈ വിലക്കുറവാകുമ്പോൾ കുറച്ച് നമുക്ക് വാങ്ങിക്കാനൊക്കെ ആയിട്ട് തോന്നും. കുക്കറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഓണ സമയത്താണ് ഞാൻ പോയത്. അപ്പം ഇപ്പോഴും കാണുമായിരിക്കും ഇങ്ങനെയുള്ള കുക്കർ, കളർഫുള്ളായിട്ടുള്ള കുക്കറുകൾ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ലഞ്ച് ബോക്സ്, പിന്നെ ഫ്ലാസ്കുകൾ എല്ലാം അവർ നല്ല ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നമുക്കത് കാണാൻ തന്നെ നമുക്ക് കണ്ടാലും എത്രയായാലും നമുക്ക് മതി വരാത്ത രീതിയിലുള്ള കാഴ്ചകളായിരുന്നു അവിടെ കേട്ടോ. നമ്മൾ എത്ര സമയം സ്പെൻഡ് ചെയ്യണത് അറിയില്ല. എത്ര സമയം വേണമെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ നിന്ന് നോക്കി നിൽക്കാം. വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ നമ്മൾ നോക്കി വെറുതെ വരുന്നവരും ഉണ്ട്. ഞാൻ കുറച്ചൊക്കെ വാങ്ങിച്ചു, ഒരുപാടൊന്നും എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ചെറുതൊക്കെ നമുക്ക് അത്യാവശ്യത്തുള്ള കാര്യങ്ങളും. അത് ലഞ്ച് ബോക്സൊക്കെ കൊള്ളാം കേട്ടോ. ഇതൊക്കെ നല്ലതായിരുന്നു. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അവർക്ക് വലിയ പരസ്യത്തിൻ്റെ ഒന്നും കാര്യം, അവിടെ അത്രയ്ക്ക് ആളാണ് എപ്പോഴും വരുന്ന, ഒരുപാട് ആൾക്കാരാണ് അവിടെ വന്നു പോകുന്നത് തന്നെ. പുട്ട് കലയും അതൊക്കെ അവർക്ക് ഒരിക്കലും ഒരു പരസ്യത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് നമുക്കറിയാലോ. അവിടെ തിരക്കാണ്. മിക്സികൾ അതൊക്കെ നല്ല ഓഫറാണ്. ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് നല്ല ഓഫറുകളാണ്. പിന്നെ സാരി സെക്ഷൻ അതൊക്കെ കുറച്ചൊക്കെ അവിടെ ഞാൻ അധികം നിന്നില്ല. അവരുടെ അറേഞ്ച്മെൻറ്റൊക്കെ നന്നായിരുന്നു കേട്ടോ. അതൊക്കെ കൊള്ളാം. അതൊക്കെ ഞാൻ എടുത്തു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെയും താറക്കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു. താങ്ക് യു.